ലോക പരിസ്ഥിതി ദിനം. താവം പുഴയോരത്ത് കണ്ടൽ വനമൊരുക്കി കണ്ടൽ രാജന്റെ ജൈത്രയാത്ര. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് മാതൃകയായി മാറിയിരിക്കുകയാണ് ചെറുകുന്ന് താവത്തെ പാറയിൽ രാജൻ എന്ന കണ്ടൽ രാജൻ. 1,00,000-ലധികം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ച് പുഴയോരങ്ങളെ ഹരിതാഭമാക്കി മാറ്റിയ ഈ പരിസ്ഥിതി പ്രവർത്തകന്റെ സേവനം ശ്രദ്ധേയമാണ്. വളരെ ചെറുപ്പകാലം മുതൽ കണ്ടൽക്കാടുകളെ സംരക്ഷിച്ചു വരികയാണ് ചെറുകുന്ന് താവത്തെ പാറയിൽ രാജൻ. പഴയങ്ങാടിയുടെ പുഴയോരത്ത് ഏകദേശം 1,00,000-ഓളം കണ്ടൽ ചെടികൾ ഇദ്ദേഹം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടൽ രാജൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. രാജേട്ട നമസ്കാരമുണ്ട്. നമസ്കാരം. അല്ലേ, എത്ര കാലമായി നമ്മുടെ ഈ കണ്ടൽ ചെടി? ചെറുപ്പത്തിലെ കണ്ടൽ ചെടി വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. മത്സ്യം പിടിക്കലാണ് നമ്മുടെ ജോലി. ആ മത്സ്യം പിടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കണ്ടൽ വെച്ച് പിടിപ്പിക്കാനും കണ്ടലിനെ കുറിച്ച് സംസാരിക്കാനും അങ്ങനെ തുടങ്ങിയത്. പിന്നെ ഏതൊക്കെ തരം കണ്ടലുകളാണ് പ്രധാനമായിട്ടും? ഞാൻ പ്രധാനപ്പെട്ട ഒന്ന് ഭ്രാന്തം കണ്ടലി, പിന്നെ കുറ്റിക്കണ്ടലി, എഴുത്താണിക്കണ്ടലി, ഉപ്പൂറ്റി 2 തരത്തിലുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള 22 തരം കണ്ടലുണ്ട്. 22 തരം കണ്ടലുകളും പ്രധാനപ്പെട്ട തന്നെ ഏതായാലും. പക്ഷെ എല്ലാം നമുക്കൊരു പിന്നെ കാര്യമായിട്ടില്ല, നമുക്ക് ഒരു ശുദ്ധവായു തരുന്ന കണ്ടല. ഇതൊക്കെ ഈ വെള്ളത്തിൽ വെള്ളം വേലി ഏറ്റവും വേലി ഇറക്കത്തിൽ കിട്ടുന്ന കണ്ടൽ ചെടികളാണ്. അപ്പോൾ അതിന് മേലെ ഒരുപാട് പക്ഷികളും ഈ കണ്ടലുള്ളത് കൊണ്ട് നമുക്ക് ഉപകാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് മത്സ്യങ്ങൾ, ഒരു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ കണ്ടൽക്കാടിൻ്റെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ പക്ഷികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കണ്ടലുള്ളത് കൊണ്ടാണ് കൂടുതലായിട്ടും നമുക്കിത് കണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്. കടലിൽ വരുന്ന ഒരുപാട് മത്സ്യങ്ങൾ ഇതൊക്കെ ഈ കണ്ടലുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ കണ്ടുവരാൻ സാധിച്ചത്. ഈ കണ്ടൽ സംരക്ഷണ പ്രവർത്തനത്തിൽ ഇതുവരെ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അവാർഡുകളും മറ്റ് സംവിധാനം? അവാർഡുകൾ എനിക്ക് കുറച്ച് TV തമ്പി എൻഡോമെൻ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കണ്ടലിൻ്റെ ഈ ഒരു ഫീൽഡിനെ എത്തിച്ചത് എൻ്റെ സുഹൃത്തായ, അത് സുഹൃത്ത് മാത്രമല്ല എൻ്റെ ഒരു അനുജൻ എന്ന് പറഞ്ഞത് PB സന്തോഷമാണ് എന്നെ ഈ നിലയിലേക്ക് ഈ ലോകം അറിയിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എത്തിച്ചത്. അപ്പോൾ അവിടുന്ന് ഞാൻ അങ്ങോട്ട് എന്നെ ചെറുപ്പം ആ ഒരു സമയത്ത് കണ്ടലിനെ നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേഴ്സറി വെക്കുന്നത് കണ്ട് കണ്ടിട്ടാണ് എനിക്ക് പിന്നെ മറ്റുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ട് എനിക്കിവിടെ മുന്നോട്ട് വരാൻ വേണ്ടി പറ്റിയത്. അതുപോലെ തന്നെ ഈ കണ്ടൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കാൻ, അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പോകാറുണ്ടോ? എന്താ പറയുക? കണ്ടലിൽ പിന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ കോളേജിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും സ്കൂളിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടലിൻ്റെ പ്രാധാന്യം എന്താണ്, അങ്ങനെ മത്സ്യങ്ങൾ പിന്നെ എങ്ങനെ ഉണ്ടാകുന്നുണ്ട്, ഇതിൽ കണ്ടലുള്ളത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഞണ്ട് എങ്ങനെ ഉണ്ടാകുന്നുണ്ട്, അതിന് ഈ കാറ്റ്, കൊടുങ്കാറ്റ്, ഇത് ശുദ്ധവായു കിട്ടുന്നത്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ ഔഷധ ഗുണമുണ്ടോ എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഔഷധ ഗുണമുണ്ട്, അതുമുണ്ട്. ഇതൊക്കെ ഈ കണ്ടൽ കാടിൻ്റെ അകത്ത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ട് എനിക്ക്. ഇതിനകം എത്രത്തോളം കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും? എന്താ പറയുന്നത്? അത് ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ 1,00,000 വരെ കണ്ടൽ ചെടി വെച്ചിട്ടുണ്ട്. അത് ഒന്ന് മാത്രമല്ല, ഈ കുറ്റിക്കണ്ടൽ ഞാൻ ഈ ഇടയ്ക്ക് ചില സമയങ്ങളിൽ കുറ്റിക്കണ്ടൽ ഞാൻ ഇതുപോലെ വെക്കുന്നുണ്ട്. അത് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ വിത്തെടുക്കൽ വലിയ റിസ്ക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയതാണ്. അതിൻ്റെ ചെറിയ കുറ്റിക്കണ്ടൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇളമ്പരി മുന്തിരി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പണിയുണ്ട് ആ ഒരു കണ്ടലിന്. എഴുത്താണിക്കണ്ടലും കിട്ടാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ചക്കരക്കണ്ടലിൻ്റെ നേഴ്സറി ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അത് ഒരു 10-20 പിന്നെ കായ് കൊണ്ടുവന്നിട്ട് ഞാൻ നഴ്സറിയാക്കാൻ നോക്കിയില്ല. അതിനൊക്കെ 2 ചെടിയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെ ചെടി ഉണ്ടാകുന്നില്ല. അതായത് ഒരു കായിൻ്റെ അകത്ത് 1-2 ചെടി ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 20 എണ്ണത്തിൽ എനിക്ക് 2 ചെടി എനിക്ക് കാണാൻ വേണ്ടി പറ്റിയത്. അത് ഇപ്പോൾ ഈ മഴ വന്നേ പിന്നെ അത് നശിച്ചു പോവുകയും ചെയ്തു. കൊട്ടവെള്ളം വന്ന് വേണ്ടിട്ട് നമ്മളിവിടെ പറയുന്ന കൊട്ടവെള്ളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് അത് പോയി. ഈ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ഫാമിലി എല്ലാവരും കണ്ടൽക്കാട് വെച്ച് പിടിക്കുന്നത് നല്ല ഒരു സപ്പോർട്ടാണ് എനിക്ക് ഉള്ളത്. എനിക്ക് എല്ലാ നാട്ടുകാരിലും എനിക്ക് വീട്ടിലെ ജനങ്ങളുമായിട്ട് എനിക്ക് നല്ല സപ്പോർട്ടാണ്. ചില ആളുകൾ അത് ഞാൻ ഒന്നും നിൽക്കില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ടൽ വെച്ച് പിടിപ്പിക്കണം എന്നാൽ ഞാൻ വെച്ച് പിടിപ്പിക്കും.
സപ്പോർട്ട് ഈ ചെയ്യുന്നില്ല. വീണ്ടും നമുക്കൊരു പരിസ്ഥിതി ദിനം നമുക്ക് എത്തിയപ്പോൾ എന്താണ് പൊതുസമൂഹത്തോട് എന്താണ് പറയാൻ? അപ്പോൾ ഈ പരിസ്ഥിതി നാളെ ജൂൺ 5 നമ്മൾ എല്ലാവരും നമ്മൾ കണ്ടൽ ചെടി വെച്ച് പിടിപ്പിക്കണമെന്നും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കണമെന്നും നമുക്ക് ഇന്ന് ചൂടും മറ്റുള്ളതൊക്കെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശുദ്ധവായു നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ പിന്നെ ബഹിരാകാശത്തേക്കും ചന്ദ്രനിലൊക്കെ ഇത് നമ്മൾ ഈ പലതരം ചെടികൾ നട്ടുപിടിപ്പിക്കുന്നു, നെല്ലും അതുപോലെയുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രദേശങ്ങൾക്ക് ഇനിയും ചെടി വെച്ച് പിടിപ്പിക്കണം. കാരണം ചൂട് ഇന്ന് 40 ഡിഗ്രി ആയിട്ട് ഉള്ളത്. അപ്പോൾ ചെടികൾ വെച്ച് പിടിപ്പിക്കണം. ജൂൺ 5 എല്ലാവരും ചെടി വെച്ച് പിടിപ്പിക്കണം. എന്തായാലും ഈ രാജേട്ടൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ്. കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിന് ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചു എന്ന് നമുക്ക് പറയാം. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്.